ഞങ്ങളൊരു വ്ളോഗായിട്ടാണ് നിൽക്കുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കുന്നത് റാസൽഖൈമയിലെ കോറട്ടാന പറഞ്ഞിട്ടുള്ള റിസോർട്ടിലാണ്. അപ്പോൾ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി കാണാം. അപ്പം നമ്മളിവിടെ വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2:30 മണിക്കാണ് കേട്ടോ എത്തിയിരിക്കുന്നത്. 3 മണിക്കാണ് നമുക്ക് റൂം ചെക്ക് ഇൻ ടൈം. അപ്പോൾ റൂം റെഡിയാവുന്ന വരെ ഇവിടെ ഒക്കെ നടന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ 1 ഡേ സ്റ്റേ ചെയ്യാന്നുള്ള ഉദ്ദേശത്തിലാണ് കേട്ടോ നമ്മളിവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതൊക്കെ ബീച്ച് സൈഡാണ്. നല്ല വ്യൂ ആണ് നമുക്ക് കാണുന്നത്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ അവിടെ. അപ്പോൾ റൂം റെഡിയാവുന്ന വരെ നമുക്ക് ഇവിടെ ഒക്കെ ഒന്ന് നടന്ന് കാണാം. ഈ ഒരു സൈഡിലൊക്കെ കാണുന്നത് വില്ലകളാണ് കേട്ടോ. സ്റ്റേ ചെയ്യാനുള്ള വില്ലകളാണ്. ഈ വില്ലകളുടെ ഒക്കെ ഇടയിൽ കൂടെ നോക്കിക്കഴിഞ്ഞാൽ ബീച്ച് വ്യൂവും കാണാം നമുക്ക്. അതുപോലെ തന്നെ ഇപ്പോൾ ഇതാ വലിയൊരു റെസ്റ്റോറൻറ്റും കാണുന്നുണ്ട് ഒരു സൈഡിൽ. ഇവിടുന്ന് നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി വ്യൂ കിട്ടുന്നുണ്ട്. ഒരുപാട് വില്ലാസൊക്കെയാണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ തന്നെ വില്ലകളുടെ ഒക്കെ ഇടയിൽ പൂളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട് കാണാൻ. ഞങ്ങൾ ഇവിടുന്നൊക്കെ കണ്ടിട്ട് താഴെ പോയിട്ടൊന്ന് കാണാമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അങ്ങോട്ട് നടന്നു പോവാണ് ഇപ്പോൾ. ഇതൊരു ലേക്ക് പോലെയാണ് കേട്ടോ തോന്നുന്നത്. ഇവർ ഉണ്ടാക്കിയിരിക്കുന്ന ലേക്കാണിത്. പിന്നെ ഓരോ വില്ലയ്ക്കും സെപ്പറേറ്റ് സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട് ഇവിടെ. പിന്നെ ഈ വില്ലയിൽ ഇപ്പോൾ ഒരുപാട് ഫാമിലീസൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരുമിച്ചൊക്കെ താമസിക്കാൻ പറ്റിയ വില്ലാസാണ് ഇതൊക്കെ. ഇനി അങ്ങോട്ട് ഒരുപാട് വില്ലകളാണ് കേട്ടോ. നമ്മളിപ്പോൾ ബീച്ചിൻ്റെ ഒരു സൈഡിലേക്കാണ് കേട്ടോ പോണത്. പിന്നെ ഇതാ ലേക്കിൻ്റെ നടുവ് കൂടെ ഇപ്പോൾ ഇതാ ഒരു ചെറിയൊരു ബ്രിഡ്ജൊക്കെ ഉണ്ട് അങ്ങോട്ട് പോകാൻ. അപ്പോൾ ഇതാ ഞങ്ങൾ നടന്നിട്ട് ഒരു വലിയൊരു ബ്രിഡ്ജിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ അവിടെ രണ്ട് സൈഡും കാണാൻ. ഒരു ബീച്ചിൻ്റെ ഒരു സൈഡിലേക്ക് തന്നെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്.
കുട്ടികളൊക്കെ കുറച്ച് നടന്നപ്പോൾ ആകെ തളർന്ന് ക്ഷീണിച്ചു. അപ്പോൾ കുട്ടികൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ നമ്മളിവിടെ ജ്യൂസ് കുടിക്കാനായിട്ട് ഇവിടെ കയറിയതാണ്. അപ്പോൾ ജ്യൂസ് ഓർഡർ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ബീച്ചിൻ്റെ അവിടെ നിന്നൊക്കെ പോന്നു. ഇപ്പോൾ റൂം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ റൂമിലേക്ക് പോവാണിനി. ഞങ്ങൾ റൂമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞങ്ങൾ 2 ഫാമിലിയാണ് കേട്ടോ ഉള്ളത്. അപ്പോൾ 2 ഫാമിലിക്ക് 2 റൂം എടുത്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതാണ് റൂം. അത്യാവശ്യം എല്ലാ ഫെസിലിറ്റീസും ഉള്ള റൂമാണ് കേട്ടോ. നല്ല റൂമാണ്, എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പം നമ്മൾ 1 ഡേ ആണ് കേട്ടോ ഇവിടെ സ്റ്റേ ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. ബാൽക്കണി ഒക്കെ ഉണ്ട്. നല്ല രസമുള്ള വ്യൂ. അവിടെ നിന്നൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. അത് വേറെ റൂമാണ്, ഇതും വേറെ റൂം. ഞങ്ങൾ 2 റൂമാണ് എടുത്തത്. അത് ഞങ്ങൾ ആപ്പക്കാർക്ക് എടുത്ത റൂം, ഇത് ഞങ്ങൾക്ക് എടുത്ത റൂമാണ്. ഇനി നമ്മൾ പോകുന്നത് പൂളിൻ്റെ ഭാഗത്തേക്കാണ്. പിന്നെ നല്ല വിശക്കുന്നുണ്ട് എല്ലാവർക്കും. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പിന്നെ പൂളിൻ്റെ ഭാഗത്തേക്ക് പോവാന്ന് പറഞ്ഞു. അതെന്തെങ്കിലും കഴിച്ചിട്ട് പൂളിലേക്ക് ഇറങ്ങാന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ കുട്ടികളൊക്കെ ഇരിക്കണത്. ഈ സമയത്തൊന്നും പൂളിൽ ആരും ഇല്ല, അധിക പേരൊന്നുമില്ല. അപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നു. ബർഗറും പിസയാണ് ഓർഡർ ചെയ്തത്. അപ്പോൾ അത് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഭക്ഷണമൊക്കെ കഴിക്കൽ കഴിഞ്ഞ് കുട്ടികളൊക്കെ പൂളിലേക്ക് ഇറങ്ങി. ഇറങ്ങി Relax. കടലിൽ പോയി ഒരുപാട് പറയും പോയി. ഉള്ളൊക്കെ കുറച്ച് നേരം കളിച്ച് അപ്പത്തിനും നമ്മൾ ഇരുട്ടാവുമ്പത്തിനും ബീച്ചിൻ്റെ അവിടേക്കൊക്കെ പോവാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും ബീച്ചിൻ്റെ അവിടേക്ക് തന്നെ വന്നു കേട്ടോ. ഇപ്പം കണ്ടില്ലേ, സൂര്യൻ അസ്തമിക്കണ ഒരു ടൈം ആയിട്ടുണ്ട് ഇപ്പോൾ. അപ്പം നമ്മളങ്ങനെ പൂളിലൊക്കെ കളിച്ചിട്ട് വീണ്ടും ഇങ്ങോട്ട് വന്നതാണ്.
ഇവിടെ കടലിൽ ഇറങ്ങിയപ്പോൾ കുറച്ചുകൂടെ നടന്നു പോയപ്പോഴും വലിയ ആഴമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ കടലിലൊക്കെ കളിച്ച് എല്ലാവർക്കും മതിയായി. ഇപ്പോൾ നമ്മൾ വീണ്ടും പൂളിൻ്റെ ഭാഗത്തേക്ക് പോവാണ്. അപ്പോൾ അതാ രാത്രിയായി, വീണ്ടും മക്കൾ പൂളിലേക്ക് തന്നെ ഇറങ്ങി. അപ്പോൾ അവർക്ക് എത്ര പൂളിൽ കളിച്ചാലും മതിയാവുന്നില്ല. അതവിടെ ലൈറ്റ്സൊക്കെ ഓണായി, നല്ല രസമുണ്ട് കാണാൻ. കൈ കൊടുക്കണ കേട്ടോ. അപ്പോൾ പൂളിലൊക്കെ കളിച്ച് എല്ലാവർക്കും മതിയായി. ഇനി റൂമിൽ പോവാണ്. ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഫുഡ് കഴിക്കാനായിട്ട് പോകണം. ഫുഡടിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഇതാ ഇവിടെ ഈ റിസപ്ഷൻ്റെ ഏരിയയ്ക്ക് വെറുതെ വന്നതാണ് കേട്ടോ. ഇവിടെയൊക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട്. ഇവിടെ രാവിലെ ഞങ്ങൾക്ക് വരാൻ പറ്റിയില്ല, ഹസ്ബൻഡ് മാത്രമേ ഇവിടേക്ക് വന്നുള്ളൂ. ഭയങ്കര തിരക്കായിരുന്നു ഈ ഭാഗത്തേക്ക്. അപ്പോൾ ഇവിടെയൊക്കെ ഒന്ന് കാണാമല്ലോ വിചാരിച്ചിട്ട് വന്നതാണ്. ആ ആ ഇതിപ്പോൾ ശനിയാഴ്ച അതിരാവിലത്തെ ഒരു കാഴ്ചയാണ് കേട്ടോ. ഇത് നല്ല രസമുള്ള കാഴ്ചയാണ്. അതുപോലെ തന്നെ കിളികളുടെ സൗണ്ടും എന്തൊക്കെയായിട്ട് നല്ല രസമുണ്ട്. ഒരു പ്രത്യേക ഒരു ആംബിയൻസ് ആണ് കേട്ടോ ഇവിടെ നിൽക്കുമ്പോൾ. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടാണ് പോയത്. ഇവിടുന്ന് 12 മണിക്കാണ് ചെക്കൗട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് മുൻപ് വാട്ടർ സ്ലൈഡും പൂളൊക്കെ ഉള്ളിടത്ത് പോകണമെന്ന് പറയുന്നുണ്ട് കുട്ടികൾ. അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് അങ്ങോട്ടാണ് പോണത്. ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾ വാട്ടർ സ്ലൈഡൊക്കെ ഉള്ള ഭാഗത്തേക്കാണ് പോണത്. ഇവിടെ വന്നപ്പോൾ വാട്ടർ സ്ലൈഡിൻ്റെ ഇതൊന്നും ഓപ്പൺ ആയിട്ടില്ല. സ്റ്റാർട്ട് ചെയ്യാൻ 10 മണിയാവുമെന്ന് പറഞ്ഞു. അപ്പോൾ അതുവരെ കുട്ടികൾ പൂളിൽ കളിച്ചു.
അങ്ങനെ ഞങ്ങൾ പോവാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. വാട്ടർ സ്ലൈഡും പൂളൊക്കെ ആയിട്ട് എല്ലാവർക്കും നല്ല ഇഷ്ടമായി. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഞങ്ങൾ നല്ല എൻജോയ് ചെയ്തു കേട്ടോ. നല്ല രസമുണ്ട് ഇവിടെ. നിങ്ങളൊക്കെ വന്ന് നോക്കൂ, നല്ല രസമുണ്ട്. അപ്പോൾ ഞങ്ങൾ സ്റ്റേക്കേഷൻ വ്ളോഗ് ഇതവിടെ കഴിഞ്ഞിരിക്കുന്നു. റാസൽ കൈമയിലെ കോവറട്ടാന റിസോർട്ട് കണ്ടിട്ടുള്ള ബീച്ച് റിസോർട്ടാണിത്. അപ്പോൾ ഞങ്ങൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.